എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു നിയാൻസ്. ചോറിൻ്റെയോ കഞ്ഞിയുടെയൊക്കെ കൂടെ കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റിൽ തയ്യാറാക്കിയിട്ടുള്ള ഒരു അവിയലിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഈ അവിയൽ തയ്യാറാക്കുന്നതിന് വേണ്ടി ഒരു നേന്ത്രക്കായ എടുത്തിട്ടുണ്ട്, അതേപോലെ ഒരു ഉരുളക്കിഴങ്ങ്, ഒരു ക്യാരറ്റ്, ഒരു ചേമ്പ്, ഒരു 3-4 വെണ്ടയ്ക്കയുണ്ട്, പിന്നെ ഒരു സവാളയുണ്ട്. ഇതെല്ലാം കൂടി നന്നായിട്ട് തൊലി കളഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുക്കാം. അതിന് ശേഷം നമുക്ക് അരിഞ്ഞെടുക്കാം. നേന്ത്രക്കായുടെ തൊലി ഒരുപാടൊന്നും കളഞ്ഞിട്ടില്ല, കുറച്ച് കുറച്ച് തൊലി അതിൽ വെച്ചിട്ടുണ്ട്. ഇനി ഇതിനെ ഒന്ന് നീളത്തിൽ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ദാ ഈ ഒരു രീതിയിൽ നേന്ത്രക്കായ എടുത്ത് 3ആയിട്ടൊന്ന് മുറിച്ചെടുക്കാം. പിന്നീട് കനം കുറച്ച് ദാ ഈ ഒരു രീതിയിലൊന്ന് അരിഞ്ഞെടുക്കാം. അവിയലിന് കഷ്ണങ്ങൾ അരിയുമ്പോൾ ഈ ഒരു രീതിയിൽ നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞെടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ ആ നേന്ത്രക്കായെല്ലാം ഈ ഒരു രീതിയിൽ നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം. അപ്പോൾ അത് ആ കായ എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ക്യാരറ്റും ഈ ഒരു രീതിയിൽ നീളത്തിലൊന്ന് മുറിച്ചെടുക്കണം. ഇതുപോലെ 3ആയിട്ടൊന്ന് കട്ട് ചെയ്തതിന് ശേഷം അതിനെ നമ്മൾ നേരത്തെ കായ അരിഞ്ഞാൽ പോലെ തന്നെ കനം കുറച്ച് ഇതേപോലെ ഒന്ന് അരിഞ്ഞെടുക്കാം. അപ്പോൾ എടുത്ത് വെച്ചിരുന്ന ക്യാരറ്റും ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അത്യാവശ്യം കുറച്ച് അധികം കഷ്ണങ്ങൾ വേണം അവിയലിന് വേണ്ടി. അപ്പോൾ ഇതേപോലെ ക്യാരറ്റ് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് ഉരുളക്കിഴങ്ങും അതേപോലെ നീളത്തിൽ തന്നെ ഒന്ന് മുറിച്ചെടുക്കാം. 2ആയിട്ട് കട്ട് ചെയ്തതിന് ശേഷം ഉരുളക്കിഴങ്ങ് നമ്മൾ നേരത്തെ ക്യാരറ്റും പിന്നെ നേന്ത്രക്കായൊക്കെ അരിഞ്ഞ ആ ഒരു വലുപ്പത്തിൽ നീളത്തിൽ ഉരുളക്കിഴങ്ങൊന്ന് മുറിച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഉരുളക്കിഴങ്ങ് നമുക്ക് മുറിച്ചെടുക്കേണ്ടത്. അപ്പോൾ അത് അരിഞ്ഞ് വെച്ച ഉരുളക്കിഴങ്ങ് അങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇനി എടുത്ത് വെച്ചിരുന്ന ചേമ്പുണ്ടല്ലോ, അതും ഇതേപോലെ തന്നെ നീളത്തിലൊന്ന് കട്ട് ചെയ്തതിന് ശേഷം ഇതേപോലെ കനം കുറച്ചൊന്ന് മുറിച്ചെടുക്കാം. എല്ലാം നമ്മൾ അരിയുമ്പോൾ ഒരേ വലുപ്പത്തിലാകാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അത് എടുത്ത് വെച്ചിരുന്ന ചേമ്പും അതേപോലെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി അതും മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് സവാള അരിഞ്ഞെടുക്കാം. സവാള ഇതേപോലെ 2ആയിട്ട് മുറിച്ചതിന് ശേഷം സ്ലൈസസ് ആയിട്ടാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഈ ഒരു രീതിയിൽ സവാളയും അരിഞ്ഞെടുക്കാം. ഇനി ഏറ്റവും കൂടുതലായിട്ട് എടുത്ത് വെച്ചിരുന്ന വെണ്ടയ്ക്കയുണ്ട്, അതൊരു 3-4 വെണ്ടയ്ക്കയുള്ളൂ. നമുക്ക് അവിയലിൻ്റെ ചെറിയ കൊഴുപ്പ് കിട്ടാൻ വേണ്ടി ചേർത്ത് കൊടുക്കുന്നതാണ്. അപ്പോൾ ഏറ്റവും അടിയിലായിട്ട് കായ ഇട്ട് കൊടുക്കാം. അതിൻ്റെ മുകളിൽ ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. അപ്പം തോനെയുള്ള കഷ്ണങ്ങൾ അടിയിലിട്ട് കൊടുക്കാം. അതിൻ്റെ പുറത്തായിട്ട് കിഴങ്ങ് ഇട്ട് കൊടുക്കാം. ഇനി അതിൻ്റെ മുകളിൽ ചേമ്പിൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ഇനി അതിൻ്റെ മുകളിലായിട്ട് സവാളയും കൂടെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. സവാള ഇട്ട് കൊടുത്തതിന് ശേഷം ഏറ്റവും മുകളിലായിട്ട് വെണ്ടയ്ക്ക ചേർത്ത് കൊടുക്കാം. വെണ്ടയ്ക്ക അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇട്ട് കൊടുക്കാം. ഇനി എരിവിന് വേണ്ടി ഒരു 2-3 പച്ചമുളക് ഇതേപോലെ കീറി അതിലേക്ക് ഇട്ട് കൊടുക്കാം. എരിവിന് ആവശ്യമുള്ള മുളക് ഇട്ട് കൊടുക്കാം. മുളക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് പുളിക്ക് കുറച്ചൊരു 4-5 കഷ്ണം പച്ചമാങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. അതിനുശേഷം ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. കുറച്ച് വെള്ളം മതിയാകും. വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ചട്ടി മൂടി വെച്ച് അടുപ്പിലേക്ക് വെച്ച് കൊടുത്തൊന്ന് വേവിച്ചെടുക്കാം. അത് വേകുന്ന സമയം കൊണ്ട് അരപ്പ് തയ്യാറാക്കാം. അതിനുവേണ്ടി ആവശ്യമുള്ള തേങ്ങ ചിരകിയത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ ജീരകം ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 4-5 വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുത്തൊന്ന് ചതച്ചെടുക്കാം. മഞ്ഞൾപ്പൊടി നമ്മൾ കഷ്ണങ്ങളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് അരപ്പിന് കുറച്ച് മതിയാകും. അത് ഈ ഒരു രീതിയിൽ അരപ്പൊന്ന് അരച്ചെടുത്ത് മാറ്റി വയ്ക്കാം. അപ്പോഴേക്കും അടുപ്പിൽ വെച്ചിരുന്ന കഷ്ണങ്ങൾ തുറന്ന് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇതേപോലെ നന്നായിട്ട് ആവി കയറി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പം കഷ്ണങ്ങളൊക്കെ ഒന്ന് വേകാൻ തുടങ്ങിയിട്ടുണ്ട്. ആ ഒരു സമയത്താണ് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കേണ്ടത്. ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അരപ്പ് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് നിരത്തി കൊടുക്കാം. അതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ലേശം വെള്ളവും കൂടി ഒഴിച്ച് ആ അരപ്പ് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കണം. ഇതേപോലെ നന്നായിട്ട് നിരത്തി കൊടുത്തതിന് ശേഷം ലേശം വെള്ളവും കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ട് വീണ്ടും ചട്ടി മൂടി വെച്ച് നന്നായിട്ട് കഷ്ണങ്ങൾ വേകുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ അത് കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കാം. ആ അരപ്പ് എല്ലാ ഭാഗത്തും പിടിക്കത്തക്ക രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കഷ്ണങ്ങളൊക്കെ വെന്ത് വെണ്ടയ്ക്കയൊക്കെ നന്നായിട്ട് ഉടഞ്ഞു ചേരുമ്പോൾ അവിയലിന് നല്ലൊരു കൊഴുപ്പാണ്. ഈ ഒരു സമയത്ത് നമുക്ക് ഉപ്പൊക്കെ നോക്കണം. ഉപ്പ് കുറവുണ്ടെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. അത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് കുറച്ച് തൈരും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു 1/4 കപ്പ് തൈര് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം.
തൈരും ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ചേർത്ത തൈര് എല്ലാ ഭാഗത്തും ആകത്തക്ക രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കണ്ടില്ലേ, അവിയൽ നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിത്രയും മതിയാകും. ഇനി നമുക്കിതിലേക്ക് വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കണം. കടുക് വറുത്ത് ചേർക്കുന്നവർക്ക് അങ്ങനെ ചേർത്ത് കൊടുക്കാം. ഞാൻ അതിലേക്ക് പച്ച വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതാണ് കുറച്ചുകൂടി ടേസ്റ്റ്. അപ്പോൾ വെളിച്ചെണ്ണയും ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഈ സമയത്ത് അടുപ്പിൽ നിന്നും മാറ്റാം. അപ്പോൾ ഇത് അവിയൽ നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്, കണ്ടിട്ടില്ലേ? നല്ല അടിപൊളി ടേസ്റ്റാണ്. ഈ ഒരു രീതിയിൽ അവിയൽ തയ്യാറാക്കി നോക്കൂ. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. നല്ല കിടിലൻ ടേസ്റ്റാണ്. ചോറിൻ്റെ കൂടെ വേറെ കറികളൊന്നും ഇല്ലെങ്കിലും ഈ അവിയൽ മാത്രം മതിയാകും കഴിക്കാൻ വേണ്ടി. തൈരിൻ്റെയും മാങ്ങയുടെയൊക്കെ ചെറിയ പുളിയും കൂടെയൊക്കെ ചേർക്കുമ്പോൾ അവിയൽ നല്ല കിടിലൻ ടേസ്റ്റാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ അവിയൽ തയ്യാറാക്കിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയൊന്ന് തയ്യാറാക്കി നോക്കൂ. ഇതേപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ചോറിലേക്ക് വിളമ്പി വയ്ക്കാം. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു അവിയൽ ഇങ്ങനെ തയ്യാറാക്കി നോക്കൂ. നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കൂ. എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ഫ്രം നിയാൻസ്. താങ്ക്സ് ഫോർ വാച്ചിങ്.